ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക് അടൂരിൽ ഒരാൾ പേവിഷബാധയേറ്റ് മരിച്ചു. കഴിഞ്ഞ ദിവസം അയാൾക്ക് കടിയേറ്റിരുന്നു നായയുടെ. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ഈ അടൂർ സ്വദേശിയാണോ മരിച്ചത്? പേവിഷബാധ ഏൽക്കുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി? എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? അജിംഷാദ്, അടൂർ മണക്കാല വെള്ളക്കുളങ്ങര പരവൂർ കാലയിൽ PM സൈമൺ ആണ് മരിച്ചത്. ഇയാളെ 2 ആഴ്ച മുമ്പാണ് നായ കടിച്ചത്. വെള്ള ആദിക്കാട്ട് കുളങ്ങരയിൽ ഇയാൾ ഈ ആക്രി ബിസിനസ്സുമായി പോയ സമയത്ത് അവിടെ വെച്ചാണ് ഈ നായയുടെ കടിയേൽക്കുന്നത്. തുടർന്ന് ഇയാൾ ചികിത്സ നേടിയിരുന്നില്ല. മറ്റു വീട്ടിലോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ ആരോടും ഈ നായ കടിച്ച കാര്യം ഇയാൾ സൂചിപ്പിച്ചിരുന്നില്ല. വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അയാൾക്ക് പനിയോ അതുപോലുള്ള അസ്വസ്ഥതകളും ഉണ്ടായി. അതിനെ തുടർന്ന് അടൂർ താലൂക്ക് ആശുപത്രിയിൽ ഇയാളെ പ്രവേശിപ്പിച്ചു. അടൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നാണ് ഇയാൾക്ക് പേവിഷബാധ ഏറ്റിരിക്കുന്നു എന്ന സ്ഥിരീകരണം ഉണ്ടാകുന്നത്. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് ഇയാൾ പുലർച്ചെ മരിക്കുന്നത്. എന്തായാലും ഈ പേവിഷബാധ ഏറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും മരിക്കുകയും ചെയ്തിരിക്കുന്നു. തുടർന്ന് ഈ ബന്ധുക്കളടക്കം ബന്ധുക്കളോടും സമീപവാസികളോടും വീട്ടുകാരോടും ഒക്കെ അടുത്തിടപഴകിയിരുന്നു. അപ്പൊ ഇനി അതിനെ സംബന്ധിക്കുന്ന അവരുടെ നിരീക്ഷണത്തിൽ വെക്കുന്ന കാര്യങ്ങളൊക്കെയും ആരോഗ്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡെഡ് ബോഡി, ഈ മൃതശരീരം അടൂർ എത്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും നമുക്കറിയാൻ കഴിയുക. എന്തായാലും ഇയാളുമായി ബന്ധപ്പെട്ട അടുത്തിടപെടുകയെല്ലാം ഇനിയും ഒരുപക്ഷെ നിരീക്ഷണത്തിന് വെക്കേണ്ടി വരും. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചും വ്യക്തതയില്ല. എന്തായാലും 2 ആഴ്ച മുമ്പാണ് ഇയാളെ നായ കടിച്ചതും ചികിത്സ നേടാതിരുന്നതിനെ തുടർന്നുമാണ് ഇത് ഒരു അപകടാവസ്ഥയിലേക്ക് മാറിയത്. അജിൻഷാ, തീർച്ചയായും വളരെ ഗൗരവമായ വാർത്ത. അടൂരിൽ ഒരാൾക്ക് പേവിഷബാധയേറ്റ് മരിക്കുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അയാൾക്ക് നായയുടെ കടിയേറ്റിരുന്നു. അടൂർ സ്വദേശിയായ സൈമൺ, 63 വയസ്സുള്ള സൈമണാണ് മരിച്ചത്. നായകടിയേറ്റിട്ടും ചികിത്സ തേടാത്തതിനെ തുടർന്നാണ് പേവിഷബാധ ഉണ്ടാകുന്നത്. തുടർന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ സൈമൺ മരിക്കുന്നത്. അതിൻ്റെ വിവരങ്ങളാണ്, വിശദാംശങ്ങളാണ് സന്തോഷ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.